ഹായ് ഹലോ, ഇന്നൊരു പച്ചമാങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അര കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയാൽ പിന്നെ ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതൊരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ചെറിയുള്ളൊക്കെ നന്നായി മൂത്ത് വന്നാൽ പിന്നെ നമ്മുടെ മാങ്ങയുടെ ആ അരപ്പുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അര കപ്പോളം വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കരുത് കേട്ടോ. നല്ലപോലെ തിള വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ നന്നായി ചൂടാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് തിളക്കണേൻ്റെ തൊട്ട് മുമ്പാകുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു അര കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മാങ്ങയിൽ പുളിയുള്ളതുകൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മളിത് തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചമാങ്ങ മോരുകറി തയ്യാറാക്കാനായിട്ട്. എളുപ്പമല്ലേ? ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ടേസ്റ്റി കറി ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.